ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. ഇത് KFC ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഇത് നമ്മുടെ നോർമൽ നമ്മുടെ വീട്ടിലെ തിങ്സ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുട്ടികൾക്കൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് ചിക്കൻ ആണ്. ഓക്കെ, അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ആൻഡ് മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാരിനേഷനാണ്. ഞാനൊരു 1 kg ചിക്കനിലാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനുള്ള മാരിനേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇല്ലേ, അത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതായിരിക്കണം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ ആ ഒരു മണം വരും. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാരിനേഷന് ആവശ്യമായ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കുറച്ച്, എപ്പോഴും നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ വലിയ പീസസ് ആണല്ലോ, അതുകൊണ്ട് വലിയ പീസസ് ആക്കിയ ഫ്രൈഡ് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് സ്കിന്നോട് കൂടി ചിക്കൻ ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചർ കിട്ടും. പക്ഷേ നമുക്ക് സ്കിൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ സ്കിന്നെടുത്ത് കളഞ്ഞത്. നിങ്ങൾക്ക് സ്കിന്ന് വെച്ചുള്ള ചിക്കൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു അളവിന് ഒരു അത്യാവശ്യം വലുപ്പം വേണം, എന്നാലാണ് ആ ഫ്രൈഡ് ചിക്കൻ കാണാനൊരു, അങ്ങനെയാണല്ലോ ഫ്രൈഡ് ചിക്കൻ നമുക്ക് കിട്ടാറ്. ഓക്കെ, അപ്പോൾ ആ ഒരു വലുപ്പത്തിലാക്കിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം 1 hour എങ്കിലും വെക്കണം. അതിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാരിനേഷൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനേക്കുള്ള കോട്ടിംഗ് റെഡിയാക്കാം. അതിനായി ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇടാൻ പോകുന്ന മസാലപ്പൊടികളാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൊടി. പാപ്രിക്കയുടെ പൗഡർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, ഓപ്ഷണലാണ്. പക്ഷേ ഇടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ 3 മസാലാസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടിട്ട് ഈ മാവിൻ്റെ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ആ സ്പൈസസ് എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആദ്യം ഈ മാവിലിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. നല്ലോണം കോട്ടിങ് ചെയ്യണം കേട്ടോ. നന്നായി കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ആ കോട്ടിങ് അതിലോട്ട് ഒട്ടിപ്പിടിപ്പിക്കണം. ഈ കോട്ട് ചെയ്ത ചിക്കൻ എടുത്ത് നമ്മൾ നല്ല ഐസ് കോൾഡ് വാട്ടർ കേട്ടോ, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ഒരു 10 seconds ഈ ചിക്കൻ ഇട്ട ശേഷം നമ്മളത് വീണ്ടും എടുത്തിട്ട് ഡബിൾ കോട്ട് ചെയ്യണം. നമ്മൾ ഒന്നുകൂടി നമ്മുടെ മാവ് മിക്സ്ചർ ഉണ്ടല്ലോ, മൈദയും കോൺഫ്ലോറൊക്കെ ഇട്ട മിക്സ്ചർ, അതിലേക്ക് ഒന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇനി ഇതേപോലെ എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഒരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ അറ്റ് എ ടൈം നമ്മുടെ കടായുടെ വലുപ്പം അനുസരിച്ച്, ഞാനിപ്പോൾ ഈ കടായുടെ വലുപ്പത്തിന് ഒരു 2 ചിക്കനെ ഇടുന്നുള്ളൂ, 2 പീസസ് ഇടുന്നുള്ളൂ. ഒരുപാട് ക്രൗഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടില്ല, അതുപോലെ തന്നെ വെന്ത് കിട്ടാനും പാടാണ്. അപ്പോൾ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയിട്ട് വേണം ഒരു 10 to 15 minutes വരെയെങ്കിലും ഇത് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ഉള്ളു വേവില്ല. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മുടെ കോട്ടിങ് മാത്രം മൊരിയുള്ളൂ, ഉള്ളു നമുക്ക് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 15 minutes വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡിയായി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ മാരിനേറ്റ് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ച പീസസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഒരുപാട് കൊടുക്കണ്ട, ഇത് ജങ്ക് ഫുഡാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മീൻസ് കുട്ടികൾക്ക് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചൂടോടെ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാലോ. ഇനിയൊരു പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.